ബുൾപുട്ട് സ്പ്രെഡ് സ്ട്രാറ്റജിയെ പറ്റി നമ്മൾ പറഞ്ഞപ്പം അതിനകത്ത് നമ്മളൊരു ട്രേഡ് ഞാൻ കാണിച്ചിരുന്നു. അതായത് ഈ 24th ജൂലൈ എക്സ്പയർ ആകുന്നത് ഒരു ട്രേഡ്, 18th ജൂലൈയിൽ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു ട്രേഡ്. അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്താണെന്ന് നമുക്ക് ഇതിനകത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തത് 18th ജൂലൈ ആയിരുന്നു. സിമ്പിൾ നിഫ്റ്റിയാണ്. എക്സ്പയറി ഡേറ്റ് 24th ജൂലൈ ആയിരുന്നു. അതിനകത്ത് നമ്മൾ എൻട്രി ചെയ്ത സമയത്ത് അണ്ടർലൈൻ പ്രൈസ് സ്പോട്ട് പ്രൈസ് 24,968 ആയിരുന്നു. അപ്പം നമ്മൾ അതിലെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഒന്ന് ലെഗ് വണ്ണിൽ നമ്മളൊരു 21,100 പുട്ടിനെ സെല്ല് ചെയ്തു. അത് 175 രൂപ 20 പൈസ പ്രീമിയം നമുക്ക് ലഭിച്ചു. ലെഗ് ടൂവിൽ നമ്മൾ ഒരു 24,900 പുട്ട് ബൈ ചെയ്തു. അതിന് നമുക്ക് 81 റുപ്പീസ് പ്രീമിയം കൊടുക്കേണ്ടി വന്നു. അപ്പം നമുക്ക് നെറ്റ് ക്രെഡിറ്റ് കിട്ടിയത് 94.20 അതായത് നിഫ്റ്റിയിലായപ്പം 75 ലോട്ട് കൊണ്ട് ആയപ്പോൾ നമുക്ക് 7,065 രൂപ പ്രീമിയം നമുക്ക് കിട്ടി. അപ്പം അത് എൻ്റെ പേ ഓഫ് ചാർട്ടുമാണ് നമ്മളിത് കണ്ടത്. അപ്പോൾ ഇന്ന് എക്സ്പയറിയാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പം എന്താണ് അതിനകത്ത് സംഭവിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടിയാണ് ഈ ചെറിയ വീഡിയോ ഇടുന്നത്. ഇന്ന് വീക്ക്ലി എക്സ്പയറി ഡേയിൽ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റുകൾ നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 25,243 ഹൈ 25,246 ലോ 25,018 നമ്മുടെ പൊസിഷൻസ് 25,100 ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിലായിരുന്നു. അപ്പം ഇന്ന് മാർക്കറ്റ് 25,246 വരെ ട്രേഡ് ചെയ്തു. അപ്പം ഇന്ന് എക്സ്പയറിയിൽ നമ്മുടെ പൊസിഷൻ്റെ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്ത് പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. സ്പോട്ട് 20,062 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇൻട്രാഡേയിൽ നടന്ന ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. നമ്മുടെ പൊസിഷൻ ഒന്ന് 25,100 ആയിരുന്നു, ഒന്ന് 24,900 ആയിരുന്നു. അപ്പോൾ നമുക്ക് 25,100 പുട്ടിൻ്റെ ഇന്നത്തെ മൂവ്മെൻറ്റുകളൊക്കെ ഒന്ന് നോക്കാം. ഇന്നത്തെ അതിൻ്റെ ലോ എന്ന് പറയുന്നത് 6 റുപ്പീസ് 15 പൈസ ആയിരുന്നു, 6.15 ആയിരുന്നു. ഇന്നത്തെ അതിൻ്റെ ഡേ ഹൈ എന്ന് പറയുന്നത് 102 രൂപയായിരുന്നു. പിന്നെ ഓപ്പൺ ചെയ്ത് 12 റുപ്പീസ് 20 പൈസയ്ക്കായിരുന്നു. അപ്പം ലാസ്റ്റിൽ ക്ലോസ് ചെയ്തേക്കുന്നത് 38 രൂപയ്ക്കാണ്. അപ്പം നമ്മൾ 25,200 ഏകദേശം അടുത്തപ്പോഴാണ് നമ്മുടെ പൊസിഷൻ കട്ട് ചെയ്തത്. അപ്പം ഇതിൻ്റെ 24,900 കണ്ടീഷൻ നമുക്ക് നോക്കാമെങ്കിൽ അത് 0 ആയി പോയി. 24,900 വാല്യൂ ഇപ്പം 0 ആണ്. നമ്മുടെ ഈ OI ട്രെൻഡിൻ്റെ ചാർട്ടിൽ 3 മിനിറ്റ്സിൻ്റെ ഇൻ്റർവെല്ലുള്ള OI ട്രെൻഡിൻ്റെ ചാർട്ടിൽ നമുക്ക് നോക്കാം. രാവിലെ ആ സമയത്ത് എന്താണ് നടന്നതെന്ന് നോക്കാം. ഈ ഒരു ലെവലിൽ ഈ ഒരു 9:21 ഈ ഒരു സമയത്ത് നമ്മുടെ പൊസിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഏതാണ്ട് 6 റുപ്പിയോ 7 റുപ്പിയോ മറ്റുമാണ് ആ പൊസിഷനിൽ നമ്മൾ ഇത് കട്ട് ചെയ്തേക്കുന്നത്. ഇതൊരു ഓഫ്ലൈൻ പേ ഓഫ് ചാർട്ടാണ്. നമ്മുടെ പൊസിഷൻസ് ഇതായിരുന്നു. 25,100 നമുക്ക് കിട്ടിയ പ്രീമിയം ഇതാണ്. ഇത് നമ്മുടെ ബൈ പൊസിഷൻ, ഇത് നമ്മുടെ സെൽ പൊസിഷൻ. നമുക്ക് കിട്ടേണ്ടത് മാക്സിമം പ്രോഫിറ്റ് ഇതായിരുന്നു. നമ്മൾ ഏകദേശം 25,200 കൊണ്ട് അടുപ്പിച്ചാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. അപ്പം അതിൽ അന്നേരം ഒരു ചെറിയ 5 റുപ്പീസ് 6 റുപ്പീസ് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും നമുക്കിന്ന് ഓൾമോസ്റ്റ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് തന്നെ കിട്ടിയെന്ന് തന്നെ കരുതാം. ഓക്കെ.